ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ സൂപ്പർ പോരാട്ടം അല്പസമയത്തിനകം. സൂപ്പർ ഫോറിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. ഏഷ്യ കപ്പിൽ ഫൈനലിന് മുമ്പൊരു ഫൈനൽ, അതാണ് അല്പസമയങ്ങൾക്കകം ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. UAE സമയം വൈകിട്ട് 6:30, അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. അല്പസമയത്തിനകം കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. ഇന്ത്യയുടെ കഴിഞ്ഞ കളികളിലെല്ലാം ഗാലറി നിറഞ്ഞു കവിഞ്ഞിരുന്നു. മറ്റ് മത്സരങ്ങളെ അപേക്ഷിച്ച് കാണികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇന്ത്യയുടെ മത്സരത്തിനാണ്. അതിന് ഇത്തവണയും മാറ്റമുണ്ടാകില്ല. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ ഇങ്ങോട്ട് ഒഴുകിയെത്തും. ഇന്ത്യയിൽ നിന്നടക്കം കാണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. UAE സമയം വൈകിട്ട് 3 മണിയോടെ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് കാണികൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനാകുക. ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സൂപ്പർ ഫോറിന് ഇറങ്ങുന്നത്. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയുടെ ഏറ്റ തോൽവിയുടെ ക്ഷീണത്തിലും. ഗ്രൂപ്പ് സ്റ്റേജിൽ അതേ പെർഫോമൻസ് തന്നെ പുറത്തെടുക്കാനാകും ഇന്ത്യയുടെ ശ്രമം. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയെ തോൽപ്പിക്കാനും. എന്നാൽ നിറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. എല്ലാ തലത്തിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലാകട്ടെ ഇന്ത്യ മികവ് പുലർത്തുന്നുണ്ട്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ ആയിരുന്നു കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദ മാച്ച്. അതേപോലെ ഒരു പെർഫോമൻസ് ഇവിടെയും കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് കാണികൾ. ഇന്ത്യ പാകിസ്ഥാൻ കളിയിലടക്കം കഴിഞ്ഞ ഇന്ത്യയുടെ എല്ലാ കളികളിലും ആരാധകർ ഗാലറിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇന്ത്യയുടെ മത്സരം വരുമ്പോൾ ഗാലറി ഒരു നീലക്കടലാവാറുണ്ട്. അതിന് ഇത്തവണയും മാറ്റമുണ്ടാകില്ല. ഇന്ത്യയുടെ മികച്ച വിജയം കാണാൻ കാത്തിരിക്കുകയാണ് കളി ആരാധകർ. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.